സുബി സുരേഷ് ഇനി ഓർമ്മ. പ്രശസ്ത സിനിമ ടി.വി. സീരിയൽ താരം സുബി സുരേഷ് അന്തരിച്ചു. 41 വയസ്സായിരുന്നു. കൊച്ചി രാജഗിരി ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. രാവിലെ 9:35ഓടെയായിരുന്നു സുബി സുരേഷിന്റെ അന്ത്യം. കരൾ രോഗം വർദ്ധിച്ചതിനെ തുടർന്ന് ജനുവരി 28-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സ്ഥിതി നാൾക്കുനാൾ വഷളായി. പ്ലാസ്മ ചികിത്സ അടക്കം നടത്തിയെങ്കിലും കാര്യമുണ്ടായില്ലെന്നും അവയവമാറ്റത്തിനുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയായിരുന്നുവെന്നും ചികിത്സിച്ച ഡോക്ടർ സണ്ണി പറഞ്ഞു. ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അനുമതി നൽകുവാനായിട്ടിരിക്കുകയായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അതിനുള്ള എല്ലാ ക്രമങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെഡിക്കൽ ബോർഡ് കൂടുകയും ഇതിനുള്ളതായ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ നിമിഷം മുതൽ തന്നെ ഈ ചികിത്സയോട് പ്രതികരിക്കാതെ സുബി മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം വൃക്കയെ ചെറുതായിട്ട് ബാധിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അത് ഹാർട്ടിനെ ബാധിച്ചു. ഒരു കാർഡിയാക് ഫെയിലിയറിലേക്ക് പോയി. അങ്ങനെയാണ് ഇപ്പോൾ കാർഡിയാക് ഫെയിലിയർ കൊണ്ടാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. സുബി സുരേഷിന്റെ മൃതദേഹം ഇന്ന് രാജഗിരി ആശുപത്രിയിൽ സൂക്ഷിക്കും. നാളെ രാവിലെ വരാപ്പുഴയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പുത്തൻപള്ളി ഓഡിറ്റോറിയത്തിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് ചേരാനല്ലൂർ പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. പെട്ടെന്ന് വയ്യായ്ക വരികയും അത് കൂടുതലാവുകയും ചെയ്തു. അപ്പം ഞങ്ങളൊരു 5 ദിവസം മുമ്പ് വരികയും ICU കയറി കണ്ട് സുബിയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാനും ടിനി ടോമും ഒരു സുഹൃത്ത് സമ്മതും ഒക്കെ കൂടെ വന്നാണ് കണ്ടത്. അപ്പോഴൊക്കെ അത്യാവശ്യം നമ്മുടെ ഡോക്ടർമാരോടൊക്കെ 2-3 തവണ ഇന്നലെയും കൂടെ ഇവിടുത്തെ ചീഫിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവസ്ഥകളിൽ തന്നെയാണ്. നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങളിലെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. കരൾ സംബന്ധമായ അസുഖമായിരുന്നു. അതിൻ്റെ മറ്റ് കാര്യങ്ങളും ട്രാൻസ്പ്ലാന്റും ഡോണറും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഹൃദയത്തിന് ചെറിയ ഹൃദയം വീക്കായി എന്ന് പറഞ്ഞു. അതിൻ്റെ തിരക്കുകളിലോട്ട് പോയി. പിന്നെ ഒരു മനുഷ്യ ശരീരം എന്നുള്ള നിലയിൽ അത് പെട്ടെന്നുണ്ടായ ഇന്ന് രോഗം മൂർജിക്കുകയും ഇൻഫെക്ഷൻ ആയിരുന്നു കരളിലൊക്കെ. അത്തരത്തിൽ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. മഞ്ഞപ്പിത്തം ബാധിച്ചതാണ് രോഗം വഷളാകാൻ കാരണമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. സുബിയുടെ വീട്ടിൽ നിന്നും MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. സുബി സുരേഷിൻ്റെ വരാപ്പുഴയിലെ വീടിന് അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ ദുഃഖത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളടക്കമുള്ള ആളുകൾ. നമുക്ക് എന്തായാലും ബന്ധുവായ ആന്റണിയിലേക്ക് തന്നെ പോവാം. സാർ, എങ്ങനെയാണ്? കുറേ നാളായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഇല്ല, അങ്ങനെ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. ഇനി 28-ാം തീയതിയാണ് രാവിലെ ഒരു 11 മണി 11:30 ഹോസ്പിറ്റലിൽ പോണത്. അപ്പോൾ പോണ സമയത്ത് വണ്ടിയിലിരുന്ന് എന്നെ കണ്ടപ്പോൾ ഞാൻ ഇതെന്ത് പറ്റി സുബി, ഭയങ്കര മഞ്ഞപ്പാനല്ല, ആങ്കിളെ മഞ്ഞപ്പിത്തോന്ന് തോന്നണ്, ഭയങ്കര ഞാൻ ഹോസ്പിറ്റലിൽ പോകണം ചെക്ക് ചെയ്തിട്ട്. ആ പോക്ക് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. പിന്നെ ഞാൻ പോയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ മക്കളും വൈഫും എല്ലാവരും ദിവസം പോയിട്ട് രാത്രി 3 മണി 2 മണിക്കൊക്കെയാണ് വന്നത്. ഈ മഞ്ഞപ്പിത്തം വന്നത് അറിഞ്ഞില്ലായിരിക്കും അല്ലേ? അറിഞ്ഞില്ല. പിന്നെ അത് കരളിലോട്ട് കയറി. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസവും വരുന്നു. ഈ പ്രോഗ്രാമിന് പോകുന്നു വരുന്നു അങ്ങനെയൊക്കെ ആ പരിപാടിക്കൊക്കെ ഇത് മഞ്ഞപ്പിത്തം ഉണ്ടായിട്ടും പോയെന്ന് തോന്നണ്. അല്ലാതെ ഇത്രയും വഷളാവൂല. ഇനി പോയെന്ന് തോന്നണ അത്ര കാര്യമാക്കിയില്ല. വളരെ എനർജറ്റിക് ആയിരുന്നു ആള്. ആ പോണ വരെ ആക്റ്റീവായിരുന്നു. ഇവിടെ നിന്ന് നടന്നാണ് ഞങ്ങൾ വണ്ടി കയറിയത്, അങ്ങോട്ട് പോയത്. ഈ വിവാഹത്തെ പറ്റിയൊക്കെയുള്ള ആലോചനകളൊക്കെ നടന്നു. അതിനുള്ളൊരു ഇല്ല, അതൊക്കെ വെറുതെ പറഞ്ഞു. അവർക്ക് കഴിക്കണമെന്ന് ആഗ്രഹവും ഇല്ല. ഇനി അതൊക്കെ വെറുതെ ചാനലിലൊക്കെ വെറുതെ പറഞ്ഞാണ് ആൾക്കാർ. അങ്ങനൊരു ഒന്നുമില്ല. ഇവിടെ കുറേ വർഷമായോ താമസിക്കുന്നത്? ഇവിടെ ഒരുപാട് വർഷമായി. എന്തായാലും ആരോഗ്യവതിയായി തന്നെയാണ് ഇവിടുന്ന് പോയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം നടന്നൊരു മഞ്ഞപ്പിത്തത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ്. ഒക്കെ നമുക്കൊപ്പം സുബിയുടെ സുഹൃത്തായ റൈമോളുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു ഒരു ആരോഗ്യനില കുറച്ച് നാളുകളായിട്ട്? എന്താണ് പെട്ടെന്ന് ഇത്ര വഷളാവുന്നത്? അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ ഒരു 3 ആഴ്ച മുമ്പേ ഞാൻ ചേച്ചീനെ വഴിയിൽ വെച്ച് കണ്ടു. എന്നാൽ ചേച്ചി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാൻ
2-3 ദിവസം മുമ്പേ അനിയനിങ്ങനെ സ്റ്റാറ്റസ് അവൻ്റെ ചേച്ചി മോളായിട്ടുള്ളത് ഫോട്ടോ ഇട്ടപ്പോൾ ഞാൻ വെച്ചാൽ അവനെന്താ ഇങ്ങനെ ഒരു ഫോട്ടോ മാറ്റിയെന്ന് വെച്ചിട്ട് അവൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു, ഏതാ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് ഇങ്ങനെ പ്ലാസ്മ ട്രീറ്റ്മെൻറ്റിലാണ് ചേച്ചി, ICUയിലേക്കാണ്, കുറച്ച് ഒരു ക്രിട്ടിക്കലാണ്, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിന് ഇന്നലെ ഞാൻ ആൻഡ്രിയായിട്ട് സംസാരിച്ചപ്പോൾ ചേച്ചി കുഴപ്പമില്ല, സംസാരിച്ചൊക്കെ തുടങ്ങി, റിക്കവറായി എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എണീക്കുമ്പോൾ നോക്കുമ്പോൾ ഫോണിൽ ഒരുപാട് കോൾസാണ്. ഞാൻ ചോദിച്ചു ഇതെന്താ ഇവരെല്ലാവരും ഇങ്ങനെ രാവിലെ ഇത്ര കോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ സുബി ഇങ്ങനെ പോയി എന്ന് അറിഞ്ഞല്ലോ ന്യൂസ്. ഞാൻ പറഞ്ഞു ഒന്ന് വെറുതെ ഇരി ചേച്ചി, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നലെയും കൂടി വിളിച്ച് സംസാരിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ആൻഡ്രിയനെ വിളിച്ചപ്പോഴാണ് അവൾ പറയുന്നത് ഇങ്ങനെ ചേച്ചി പോയി ചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. കാരണം പെട്ടെന്ന് ഈ ഒരു 2 ആഴ്ച മുമ്പേ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര ദിവസങ്ങൾക്ക് മുമ്പേ കണ്ടൊരു വ്യക്തി, അത്രയും നല്ല എനർജറ്റിക് ആയിട്ട് കണ്ടൊരു വ്യക്തി ഒറ്റയടിക്കില്ല എന്ന് പറയുമ്പോൾ അന്നേരം നമ്മൾ കണ്ടപ്പോൾ പറയും കൂടി ചെയ്ത് നമുക്ക് അടുത്ത ഷൂട്ടൊക്കെ റെഡിയായി വരുന്നുണ്ട്, നമുക്ക് ഒന്നിച്ച് ചെയ്യണം, ഇനി ഉണ്ടാവില്ല, നമുക്ക് പേയ്മെൻറ്റൊക്കെ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ച് പോയതാണ്. ഇപ്പം ഞാനിന്ന് പെട്ടെന്ന് ഓടി വന്ന് തന്നെ ചേച്ചീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നപ്പോഴാണ് അറിയുന്നത് ചേച്ചീനെ കൊണ്ടുവന്നിട്ടില്ല, രാജഗിരിയിലാണ്, ഇങ്ങനെ അവിടെയാണ് ഇന്നിപ്പോൾ ഉള്ളത്, നാളെയാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ. ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ്. ഞാൻ 2002 മുതൽ ചേച്ചിയുടെ കൂടെ ഉള്ളതാണ്. ഞങ്ങൾ ഒരുപാട് ഡാൻസേഴ്സ് ചേച്ചിയുടെ കൂടെയാണ് വളർന്ന് വലുതായത്. ചേച്ചി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ കല്യാണത്തിന് ശേഷം. ഇപ്പോഴും ഈ ലേറ്റസ്റ്റ് അടക്കം എനിക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തൊരു വ്യക്തി. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരാളായിരുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞപ്പോഴേ. കാരണം വെച്ചാൽ ഏത് നേരത്തും വിളിച്ച ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇറങ്ങി വരുന്നൊരു ആളായിരുന്നു. ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരാളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അസുഖമൊക്കെ ഇത്ര ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഞങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും. ഞാനൊക്കെ ഇപ്പോൾ ഇത്രയും ഒരു വേസ്റ്റ് കണ്ടീഷനിലായിരുന്നു ചേച്ചി എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ചേച്ചി അതൊന്നും പറഞ്ഞില്ല എന്നുള്ളൊരു ഇതായിരുന്നു. കാരണം ആരും ഒന്നും അറിയിച്ചിരുന്നില്ല, എല്ലാം ഒറ്റയ്ക്ക് സഫർ ചെയ്യുന്നൊരു ലേഡി ആയിരുന്നു. നല്ല വിൽ പവർ ഉള്ളൊരു ഗേളായിരുന്നു പുള്ളിക്കാരത്തി. ഈ സ്റ്റേജിലൊക്കെ നിങ്ങൾ നിൽക്കുമ്പോഴും ഒരു വലിയ ജനക്കൂട്ടത്തേക്ക് ഒന്നിച്ച് കയ്യിലെടുക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നല്ലേ ആ സ്റ്റേജിന്? ഭയങ്കര കഴിവായിരുന്നു പുള്ളിക്കാരത്തി. ഭയങ്കര കോമഡി ആയിരുന്നു, ഭയങ്കര എല്ലാവരെയും പെട്ടെന്ന് കയ്യിലെടുക്കും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു. ഒരുപാട് പേർക്ക് അവസരം കൊടുത്തിട്ടുണ്ടല്ലേ നിങ്ങളെയൊക്കെ പോലെ? ഒരുപാട് പേർക്ക്. കാരണം എന്ന് വെച്ചാൽ ഞാനും കൃഷ്ണപ്രഭ ഞങ്ങളൊക്കെ ചേച്ചിയുടെ കൂടെ ഒന്നിച്ച് ഹാർമോണിയോ വൈറ്റ്ലയിൽ ഒന്നിച്ച് ഡാൻസ് കളിച്ചതാണ്. ചേച്ചി കൃഷ്ണനൊക്കെ കൊണ്ടുപോയത് ചേച്ചി തന്നെയാണ് കോമഡി ഇതിലേക്ക് കൊണ്ടുവന്ന്. അങ്ങനെ അവിടെ നിന്ന് സിനിമയിലേക്ക് കയറി. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചേച്ചി കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ചേച്ചി ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വലിയ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വലിയ ഞെട്ടൽ തന്നെയാണ് ഉള്ളത്. രാജഗിരിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാളെ വരാപ്പുഴയിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള കാര്യം പുറത്തേക്ക് അറിയിച്ചിരുന്നില്ല. പക്ഷേ മഞ്ഞപ്പിത്തം ബാധിച്ചതോടുകൂടി ആരോഗ്യനില കൂടുതൽ വഷളായി. പിന്നീട് തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്.